പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പുത്തൻകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തുനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു MLA ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, ഷാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഖാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. 21 മന്ത്രിമാര് നിങ്ങളുടെയും എന്റെയും പാവപ്പെട്ടവരെ നികുതി പണം കൊണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലുമെല്ലാം ചുറ്റിയടിച്ച് അവര് എത്രമാത്രം സുഖിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന, ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതെന്താണ് എന്ന്. അതായത് ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴെല്ലാം ഞാനും അവരുടെ കൂടെ പോയി. അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിക്കുമ്പോ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം. അദ്ദേഹം മയോ ക്ലിനിക്കിൽ 32 ദിവസം കിടന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാ ഞാന്. പക്ഷേ ആ മനസാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട്. എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇവിടുത്തെ MLAയും ജില്ലാ നേതൃത്വവും വ്യവസായ മന്ത്രിയും എല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അദ്ദേഹം അതെല്ലാം കണ്ട് അവിടെ നിന്ന് വീഴണമെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. എനിക്കന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു, തിരിഞ്ഞില്ല. കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത്. ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം നമ്മളുടെ വോട്ട് മേടിച്ച് ജീവിതം ആസ്വദിക്കുന്നു. ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഓരോ ദിവസവും വിലക്കയറ്റം കൊണ്ടും മറ്റ് നികുതി കൊണ്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്തം കമ്മികളും കൊങ്ങികളും എല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി. കാരണം എന്താ? ഞാന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 30 ലക്ഷം രൂപ CPM പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു, ഒരാൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഡോണ്ട് ഫൂൾ ദി പീപ്പിൾ, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത്, അവരെ വിഡ്ഢികളാക്കരുത് എന്ന്. ഇപ്പൊ 2 ദിവസമായി, ഇന്നലെ മുതല് നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു. ഇവിടുത്തെ മാധ്യമങ്ങള്, ചില ചാനലുകള് എന്നെ സംഖ്യയാക്കി, ഇനി നാളെ കൊങ്ങിയാക്കും. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിലേക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. കുടുംബകാര്യങ്ങളല്ല ഇവിടെ സംസാരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അറിയണം, ആ പിതാവിനെയും ആ മാതാവിനെയും അറിയണം. ആരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? എനിക്ക് BJPയുടെ സീറ്റ് കിട്ടുന്നതിനോ CPMന്റെ സീറ്റ് കിട്ടുന്നതിനോ
കോൺഗ്രസിന്റെ സീറ്റ് കിട്ടുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇവര് 3 പേരാണ് എൻ്റെ വീട്ടിൽ വന്നത്. രാത്രി 10 മണി മുതൽ രാവിലെ 2 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തു. എനിക്ക് 3 സീറ്റ്, അവസാനം 5 സീറ്റ് വരെ ഓഫർ ചെയ്തു. എനിക്ക് മന്ത്രിയാവണം, MLA ആവണമെങ്കിൽ അന്ന് എൻ്റെ തലയാട്ടി കഴിഞ്ഞാൽ എനിക്ക് MLA ആവാം, മന്ത്രിയാവാം. ഇതുപോലെ തന്നെ LDFന്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാര്, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എൻ്റെ വീട്ടിൽ വന്ന് പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്ന് അവർ പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFIക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും, ഞങ്ങൾ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം, ഈ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും കുട്ടികൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ജില്ലാ സെക്രട്ടറിയുടെ മകള് UK-യില് എന്നിട്ടൊരു കുപ്പായവുമിട്ട്, അതിൽ ചേരില്ലാത്ത കുപ്പായവുമിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. അപ്പോ ഡിഫിക്കാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഇവരുടെയൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോ ഓർക്കണം, ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന്. അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എനിക്ക് MP ആകണം, MLA ആകണം, മന്ത്രിയാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാന് രാജ്യസഭാ സീറ്റ് എനിക്ക് പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. BJP ഓഫർ ചെയ്തിട്ടുണ്ട്, AAP ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ഓഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പണ്ടേ രാജ്യസഭാ സീറ്റ് മേടിച്ച് MP ആയി, മന്ത്രിയായി ഇവിടെ വരാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അധികാരത്തിന് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പാവപ്പെട്ടവരുടെ, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അല്ലാതെ സ്ഥാനങ്ങളോ MP സീറ്റോ MLAയോ മന്ത്രിയോ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട്, നിങ്ങളെയെല്ലാം വിറ്റുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കതാകാമായിരുന്നു. അപ്പോ ഒരു BJP-ക്കാരൻ വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്. ഇന്നലെ രാവിലെ ഒരു ചാനലിൽ കാണുകയാണ്, സാബു ജേക്കബ് BJP സ്ഥാനാർത്ഥി എറണാകുളത്ത് നിന്ന് മത്സരിക്കും. എന്നെ ചിലർ വിളിച്ചു, ആ അങ്ങനെയാണോ, ഞാൻ അറിയില്ലല്ലോ, ചോദിച്ചിട്ട് പറയാം. കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്നു, സുരേന്ദ്രൻ, BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ സാബു ജേക്കബുമായിട്ട് ചർച്ച ചെയ്തു, ലിസ്റ്റുമായിട്ട് ഡൽഹിക്ക് പോയിരിക്കുകയാണ്. ഈ സുരേന്ദ്രനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ സുരേന്ദ്രൻ ആയിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ചാനലുകാര് BJPയുടെ എറണാകുളം സ്ഥാനാർത്ഥിയായി എന്നെ മാറ്റി. കാരണമുണ്ട്, അവർക്കറിയാം ഇന്നിവിടെ നടക്കാൻ പോകുന്ന മഹാസമ്മേളനത്തില് 10,000-കണക്കിന് ആളുകളാണ് എന്നെ വിശ്വസിച്ച്, ഈ പാർട്ടിയെ വിശ്വസിച്ച് ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോ അത് തടയണമെങ്കിൽ എന്നെ സംഖ്യയാക്കണം. കഴിഞ്ഞ ആഴ്ച അവർ വിചാരിച്ചു എന്നെ കമ്മിയാക്കി, ഈ ആഴ്ച എന്താണ് സംഖ്യയാക്കി.
എന്നിട്ട് ആരെങ്കിലും തടയാൻ പറ്റിയോ? കാരണം ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്നെ അറിയാം. 12 വർഷമായിട്ട് ഇവരോടൊപ്പം ഒരു സഹോദരനെ പോലെ, ഒരച്ഛനെ പോലെ ഞാൻ അവരുടെ കൂടെയുണ്ട്. അപ്പോ എന്നെ അവർക്കറിയാം. അവരെ ഒറ്റുകൊടുക്കില്ല, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല, ഈ നാടിനെ ഒറ്റുകൊടുക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ന് ഈ ജനങ്ങൾ ഒഴുകിയെത്തി ഈ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റാതെ എത്രയോ ജനങ്ങൾ റോഡിൽ നിൽക്കുന്നു. 2014 ഓഗസ്റ്റ് മാസം 23-ാം തീയതി കിഴക്കമ്പലത്തിന്റെ അല്ല, കേരളത്തിന്റെ കരിദിനമായിരുന്നു. പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവരുടെ കുടുംബങ്ങളില് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഇവിടെ ഒരു വലിയ ഷെഡ് കെട്ടി. TV മുതൽ ഫ്രിഡ്ജ് മുതൽ വാഷിംഗ് മെഷീൻ, കിടക്ക, കട്ടില് തുടങ്ങി എല്ലാ സാധനങ്ങളും ഓരോ കുടുംബത്തിലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 2020 പ്രസ്ഥാനം ആഗ്രഹിച്ചു. അതിനുവേണ്ടി വലിയൊരു ഷെഡ് കെട്ടി. എല്ലാ കുടുംബത്തിലും, ഓരോ കുടുംബത്തിലേക്കും ഒരു TV, ഒരു ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാം ഓരോന്നും 50% വിലക്കുറവിൽ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന 23-ാം തീയതി ഉദ്ഘാടനം 4 മണിക്ക് നടന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ 1 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും SDPക്കാരും എല്ലാവരും കൂടി പോലീസ് സന്നാഹത്തോടെ വന്ന് അത് സീൽ ചെയ്തു. ഇതുപോലെ 4500ഓളം അമ്മമാരും കുട്ടികളും പ്രായമായിട്ടുള്ളവരും ഈ ഒരു സ്റ്റാളിനകത്ത് കണ്ണുനീരോടെ അവരോട് കൈകൂപ്പി യാചിച്ചു. ഇത് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ദ്രോഹം? ആ ദ്രോഹികൾ സമ്മതിച്ചില്ല. ഒരു നിർദാക്ഷിണ്യവുമില്ലാതെ അത് അടച്ച് സീൽ ചെയ്തു. അന്ന് ഇവിടെ കൂടിയ 4500 പേര് കൂടി രാത്രി 11:50 ഉള്ളപ്പോ ഒരു പ്രതിജ്ഞയെടുത്തു. അധികാരമുള്ളത് കൊണ്ടല്ലേ ഈ തെമ്മാടികൾ ഇതുപോലെ ചെയ്യുന്നത്? ആ അധികാരം നമുക്ക് ഇങ്ങോട്ട് എടുക്കണം സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ 2014 ഓഗസ്റ്റ് 23-ാം തീയതി അർദ്ധരാത്രിയാണ് 2020 എന്ന പ്രസ്ഥാനം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അത് ഇതേ ഗ്രൗണ്ടിൽ വെച്ചാണ്. അതൊരു ചരിത്രമാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ളവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്ന് ഉപദേശിച്ച ഈ അച്ഛന്റെ മകനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.